അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവിനെ കൊല്ലാൻ പാടില്ല. അതെന്തായിരിക്കും? കൊല്ലാൻ പാടില്ല എന്നല്ല, കൊല്ലാനായിട്ട് ഇസ്രയേൽ തീരുമാനിച്ചു. അതിനെ ഞാൻ വീറ്റോ ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്ന് ഒരവകാശവാദം ട്രംപ് നേരിട്ട് പറഞ്ഞില്ല കേട്ടോ. ട്രംപ് പറഞ്ഞതായി, ട്രംപ് അങ്ങനെ തീരുമാനിച്ചതുമായി 2 അമേരിക്കൻ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിന് കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. അതിന് അവർ പറഞ്ഞൊരു ന്യായമുണ്ട്. ഇതുവരെ ഇറാൻ്റെ ആക്രമണത്തിൽ അമേരിക്കക്കാരെങ്കിലും കൊല്ലപ്പെട്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങളെന്തിനാണ് രാഷ്ട്രീയ നേതൃത്വത്തെ കൊല്ലുന്നത്? ആര് കൊല്ലുന്നത്? അമേരിക്ക. ഞങ്ങൾ അല്ലേ, ഞങ്ങൾ എന്തിനാണ് കൊല്ലുന്നത് എന്നാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രയേൽ ഖമനേയിയെ കൊല്ലുന്നതിനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എതിർത്തു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ സ്റ്റോറി ചെയ്തു എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ജനറൽമാരെ, സൈന്യാധിപനെ ഒക്കെ കൊന്നിട്ടും ഖമനേയെ കൊന്നില്ല. അതിനകത്തൊരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ്. ഖമനേയി 85 വയസ്സുള്ള ഖമനേയി തന്നെ കുറേ കാലം ഇവിടെ ഇരിക്കുന്നതാണ് ഇറാനെ സംബന്ധിച്ച് നല്ലത് മജ്തബ ഖമനേയി വരുന്നതിനേക്കാളും. അയാൾ ഒരു രക്തസാക്ഷിയുടെ മകൻ എന്ന പ്രതിരൂപത്തിൽ അയാൾ ഉയർന്നു വരണ്ട എന്നൊരു അജണ്ട ഉണ്ടെന്ന് പറയുന്നു. അതുമാത്രമല്ല, നമ്മൾ ഇന്നലെ കൊടുത്ത ഒരു വീഡിയോ പിന്നീട് സകലരും ഏറ്റെടുത്തു. ഈ മനോരമ പത്രം ഇന്ന് കൊടുത്തിട്ടുണ്ട്, മീഡിയ 1 ഇന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളാണ് ആദ്യം ലോകത്തോട് പറഞ്ഞ മാധ്യമങ്ങളിലൊന്ന് നമ്മളാണ്. കാരണം ഇത്തവണ ആക്രമണം നടന്നത് ഇറാൻ്റെ അകത്തു നിന്നാണ്. മൊസാദ് നേരത്തെ ഇറാനിലെത്തി 1.5 വർഷത്തെ പ്ലാനിംഗ് ആയിരുന്നു. അവിടെ വെച്ച് തന്നെ അവർ പാർട്സായിട്ട് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവന്നു, ഡ്രോണുകൾ കൊണ്ടുവന്നു. ടെഹ്റാൻ അടുത്തുള്ള ഒരു മരുഭൂമിയിൽ വെച്ച് ഇതൊക്കെ അസംബിൾ ചെയ്ത് അതിൽ ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് ഇറാനിലേക്ക് ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായ അതേ സമയത്ത് ഇറാൻ്റെ അകത്ത് നിന്ന് മൊസാദ് ആക്രമണം നടത്തി എന്നുള്ളൊരു സ്റ്റോറി നമ്മൾ ചെയ്തായിരുന്നു. ടാർഗറ്റ് കൃത്യമായി തീർത്തത് അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരു മാധ്യമവും നമ്മൾ അത് പറയുന്നതിന് മുമ്പ് ചെയ്തില്ല. അതിനുശേഷം ഇന്നലെയാണ് എല്ലാവരും ചെയ്തത്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി ഇതിനെ ഈ ഇൻ്റർനാഷണൽ ന്യൂസിലും പ്രത്യേകിച്ച് ഈ ഒരു ടെൻഷൻ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ടെൻഷനും ഈ വാറും നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയൊരു വിവരമാണ്. അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ മരുഭൂമിയിൽ നിന്ന് മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഈ ഡ്രോണുകൾ വിക്ഷേപിക്കുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടെയാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ച്. കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയാൽ ആ വീഡിയോ കാണാം. അപ്പോൾ അത് തിരഞ്ഞു വെച്ചു. അങ്ങനെ വേണമെങ്കിൽ ഈ ജനറൽമാരെയും IRGCയുടെ തലവനെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൃത്യമായി ഡ്രോണുകൾ ഇറാനകത്തു നിന്ന് അയച്ചിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്. കാരണം അതിന് ഈ ഇൻ്റർനാഷണൽ മീഡിയ ഉപയോഗിച്ചൊരു വാക്ക് അസാസിനേറ്റഡ് എന്നാണ്. അസാസിനേറ്റഡ് എന്ന് പറഞ്ഞാൽ മിസൈൽ അയച്ച് കൊല്ലുന്നത് അസാസിനേഷനായിട്ട് വ്യാഖ്യാനം. അസാസിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ നേരിട്ട് രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നതിനാണ് അസാസിനേഷൻ എന്ന് പറയുന്നത്. ആ അസാസിനേഷൻ നടന്നത് ഇറാൻ്റെ അകത്തു നിന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഖമനേയിക്ക് നേരെയും ചെയ്യാമായിരുന്നു. അപ്പോൾ അത് ചെയ്തില്ല. ചെയ്തതിന് ഇസ്രയേലിനുള്ളൊരു ന്യായം എന്താണെന്നുള്ള സ്റ്റോറി നമ്മൾ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ അമേരിക്ക ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും വാർത്തയുണ്ട്, നെതന്യാഹുവിനെ ട്രംപ് വിലക്കി, ഖമനേയിയെ കൊല്ലരുത് എന്ന് ട്രംപ് വീറ്റോ ചെയ്തു എന്ന് പറയുന്നത്. ട്രംപിന് ആ ക്രെഡിറ്റ് വേണം, ക്രെഡിറ്റ് വേണമല്ലോ. അതിന് നെതന്യാഹു ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി ഞാൻ ആസ് ഇറ്റ് ഈസ് ട്രംപിൻ്റെ വാർത്ത ട്രംപ് പറഞ്ഞു എന്ന് 2 US ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. ട്രംപ് പറഞ്ഞു എന്നുള്ള വാർത്ത ട്രംപിനെ കോട്ട് ചെയ്തല്ല ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 US ഉദ്യോഗസ്ഥന്മാർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാണ്. അത് വായിച്ചിട്ടാണെങ്കിലും നെതന്യാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്: നിരവധി വ്യാജ റിപ്പോർട്ടുകളും സംസാരവും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ ആ പ്രസ്താവനയുടെ ആദ്യത്തെ മുന അങ്ങ് ഒടിഞ്ഞു. ഏതാണ്? ട്രംപ് ഇങ്ങനെ പറഞ്ഞത് നിരവധി വ്യാജ റിപ്പോർട്ടുകളും സംസാരവും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാർത്ത വ്യാജമാണ്, വെറും സംസാരമാണെന്ന് വ്യക്തമാണല്ലോ. അതൊന്നും സംഭവിച്ചിട്ടില്ല. ഏതൊന്നും? നെതന്യാഹുവിനോട് ട്രംപ് ഖമനേയിയെ കൊല്ലരുത് എന്ന് പറഞ്ഞു എന്നുള്ളത് നടന്നു. അതൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞങ്ങൾ ചെയ്യും. മനസ്സിലായോ? ഞങ്ങൾക്ക് ഖമനേയിയെ കൊല്ലണമെങ്കിൽ ഞങ്ങൾ ഖമനേയിയെ കൊല്ലും. ഇസ്രായേൽ തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ അറിയാം. ഞങ്ങൾ ഖമനേയിയെ കൊല്ലാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചില്ല. ബാക്കിയുള്ള സൈന്യ തലവനെ യുദ്ധം തുടങ്ങുമ്പോൾ സേനാ തലവനെ കൊല്ലപ്പെടുന്ന ചരിത്രത്തിൽ ആദ്യമാണ്. യുദ്ധം എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് തന്നെ സേനാ തലവൻ പടമായി. അപ്പോൾ ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞങ്ങൾ ചെയ്തു.
എന്നിട്ട് വീണ്ടും നെതന്യാഹു പറയുകയാണ് വേണ്ടത് ഞങ്ങൾ ചെയ്തിരിക്കും, ഞങ്ങളെ ആരും പഠിപ്പിക്കാൻ വരണ്ട. അതേപോലെ യു എസ് പറഞ്ഞെന്നല്ലേ നിങ്ങൾ പറയുന്നത്, അതേപോലെ യു എസിന് നല്ലത് എന്താണെന്ന് യു എസിനും അറിയാം, ഞങ്ങൾക്ക് നല്ലത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയാം, യു എസിന് നല്ലത് എന്താണെന്ന് യു എസിനും അറിയാം. അല്ലെങ്കിൽ നെതന്യാഹുവിന് നല്ലത് എന്താണെന്ന് നെതന്യാഹുവിനറിയാം, ട്രംപിന് നല്ലത് എന്താണെന്ന് ട്രംപിനറിയാം. ഇതൊക്കെ ട്രംപിനുള്ള മറുപടിയാണ്. ട്രംപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ട്രംപിനുള്ള മറുപടിയാണ്. അതായത് ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ ഞാൻ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ പോയി പണി നോക്കട, ഞങ്ങളാരും ഇടപെട്ടിട്ടില്ല എന്ന് ഇന്ത്യ പറഞ്ഞ്, അതുപോലെ പരോക്ഷമായി ഖമനേയിയെ കൊല്ലരുതെന്ന് ഞാൻ നെതന്യാഹുവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ നെതന്യാഹു പരസ്യമായിട്ട് ട്രംപിനെ തള്ളി പറഞ്ഞിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് വളരെ കൃത്യമായിരിക്കും അവരുടെ ടാർഗറ്റിൽ ഇപ്പോഴും ആരുണ്ട്, ഖമനേയി ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ടോ? ഇല്ലേ? മാത്രമല്ല ഈ യുദ്ധത്തിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് സണ്ണിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇറാനിലെ ഭരണമാറ്റമായിരിക്കും. ഇസ്രയേലിന് അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇസ്രയേലിന് ഭീഷണിയാവുന്നത് എന്താണോ അത് മാറ്റിയിരിക്കും എന്നും കൂടി നെതന്യാഹു പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ നെതന്യാഹുവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണോ, ട്രംപ് പറഞ്ഞു എന്നും പറഞ്ഞ് രണ്ട് ഉദ്യോഗസ്ഥന്മാർ റോയിട്ടേഴ്സിന് പറഞ്ഞു മുഖവിലക്ക് എടുക്കണോ? ഏതായിരിക്കും നമ്മുടെ ഒരു കോൺഷ്യസ് അനുസരിച്ച്, നമ്മുടെ ഒരു ബുദ്ധി അനുസരിച്ച് നമ്മൾ ഏതാ മുഖവിലക്ക് എടുക്കേണ്ടത്? നെതന്യാഹു പറഞ്ഞതാണ്. കാരണം ഞങ്ങൾക്ക് ഖമനേയിയെ കൊല്ലണമെന്ന് ഞങ്ങൾ ഇപ്പം തീരുമാനിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഞങ്ങൾക്ക് കൊല്ലണമെന്ന് തോന്നിയാൽ ഞങ്ങൾ തട്ടും. രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധം കേവലം ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള യുദ്ധം മാത്രമല്ല. ഗാസയിൽ ആക്രമണം നടത്തിയപ്പോൾ നെതന്യാഹു പറഞ്ഞെന്താ, ഈ യുദ്ധം ഇന്ന് തീരത്തില്ല, നാളെ തീരത്തില്ല, മറ്റന്നാൾ തീരത്തില്ല, ഇതൊരു ലോങ് ലാസ്റ്റിംഗ്, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണെന്ന് പറഞ്ഞു. അത് തന്നെ നെതന്യാഹു ഇറാൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം ഈ ഉടനെ തീരാൻ പോകുന്നില്ല, ഇത് കുറച്ച് നാൾ നീണ്ടു നിൽക്കും എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആ കുറച്ച് നാൾ നീണ്ടു നിൽക്കും എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറാനിൽ ഇനി ഈ ഭരണം വേണ്ട. ഇറാനിൽ ജനാധിപത്യ ഭരണം, മതഭരണകൂടം പോവണം. ജനാധിപത്യ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഒരു പടിഞ്ഞാറിന് സ്വാധീനമുള്ള, യൂറോപ്യൻ കൾച്ചറുള്ള ഒരു ഭരണം വരണം. അതാണ് ഇസ്രയേൽ ഭരണമാറ്റമായിരിക്കും ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ്റെ റിസൾട്ട് എന്ന് നെതന്യാഹു പറയുന്നത്. രണ്ടാമത്തെ കാരണം, യുദ്ധം നീണ്ടുപോകാനുള്ള കാരണം, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയായ IAEAയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. IAEAയുടെ റിപ്പോർട്ട് പറയുന്നു, ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ ആക്രമണം നടത്തിയതിന് ശേഷം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA, ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് ഒരു അസസ്മെൻറ്റ് നടത്തി. അതിൻ്റെ കാരണങ്ങൾ ആ റിപ്പോർട്ട് കൂടെ നമ്മൾ അറിയണം. നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് IAEAയുടെ ഏറ്റവും ഇറാനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പുതിയ അസസ്മെൻറ്റ് റിപ്പോർട്ടിലെ കാര്യം നമ്മൾ പറയുന്നത്. അതായത് ടെഹ്റാനിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ്. അവിടെ ഇസ്ഫഹാൻ യുറേനിയം കൺവേർഷൻ സെൻ്ററുണ്ട്. അവിടെ ആക്രമണം നടന്നിട്ടുണ്ട്. അതിന് ഗുരുതരമായി തകർച്ചയുണ്ടായിട്ടുണ്ട്. യുറേനിയം ഐസോട്ടോപ്പാക്കി മാറ്റിയിട്ട് ആണവായുധമാക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഏക കേന്ദ്രം, ഒരൊറ്റ കേന്ദ്രമേ എവിടെയുള്ളൂ, ഇറാനിലുള്ളൂ. അത് ഇസ്ഫഹാൻ ആണ്. ഇസ്ഫഹാൻ പൂർണ്ണമായും തകർത്തു. ഓക്കെ, അപ്പോൾ ഐസോട്ടോപ്പ് ഇപ്പോൾ കയ്യിലില്ല. ഐസോട്ടോപ്പുകൾ ഉണ്ടാക്കുന്ന സ്ഥലം തകർത്തു എന്ന് പറഞ്ഞാൽ ഇനി യുറേനിയം കയ്യിലുണ്ടെങ്കിലും അത് ആണവായുധമാക്കി മാറ്റാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ലക്ഷ്യം ആര് കണ്ടു കഴിഞ്ഞു? ഇസ്രയേൽ കണ്ടു കഴിഞ്ഞു. പക്ഷേ അതാണ് പ്രധാനം. ഫോർദോ എന്ന് പറയുന്ന ഒരു ആണവ പരീക്ഷണ കേന്ദ്രമുണ്ട്. അതുണ്ടാക്കിയിരിക്കുന്നത് മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞത് ഒരു വലിയ മല തുരന്ന് മലയ്ക്കുള്ളിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററിനും 500 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ ആഴത്തിൽ ഒരു ഭീമാകാരമായ മല തുരന്ന് മലയ്ക്കടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മലയ്ക്കടിയിലല്ല, മലയ്ക്കുള്ളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയും ഇസ്രയേൽ ആക്രമണം നടത്തിയെങ്കിലും കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ എൻറിച്ച്മെൻറ്റ് പ്ലാന്റ് അവിടെയുണ്ട്. ഇനിയും കൈവശമുള്ള യുറേനിയം
സമ്പുഷ്ടീകരിക്കാൻ ആർക്ക് കഴിയും? ഇറാന് ഇറാന് കഴിയും. ഈ ഫർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രം പ്രവർത്തിക്കുന്നതുകൊണ്ട്, തകർക്കപ്പെടാത്തതുകൊണ്ട്, പൂർണ്ണമായും തകർക്കപ്പെടാത്തതുകൊണ്ട്, അത് മലയ്ക്കുള്ളിലായതുകൊണ്ട് അവിടെ ഇനി അത് തുടർന്നും പ്രവർത്തിക്കും. ഇനിയും ഭീഷണിയുണ്ട്. ഇപ്പോൾ ഐസോട്ടോപ്പുകളായി കഴിഞ്ഞാൽ പിന്നെ അത് വളരെ പെട്ടെന്ന് ബോംബാക്കി മാറ്റാം. ആ ഐസോട്ടോപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇസ്ഫഹാൻ തകർത്തു, പക്ഷേ ഫർദോയ്ക്ക് നാശനഷ്ടം പറ്റിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ പ്രവൃത്തി ഇനിയും ബാക്കിയാണ്. അവർ വീണ്ടും ഐസോട്ടോപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക് ഫർദോയിലേക്കും നദാൻസിലെയും പ്രാഥമിക സമ്പുഷ്ടി കേന്ദ്രമാണ്, അതും ഭാഗികമായി മാത്രമേ തകർന്നുള്ളൂ. അപ്പോൾ ഫർദോയും നദാൻസും പൂർണ്ണമായി തകർക്കുന്ന കാര്യത്തിൽ ഇസ്രയേൽ പരാജയപ്പെട്ടു. ആ രണ്ടിടത്തും തകർച്ചയുണ്ടായിരുന്നെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാവുമായിരുന്നു, റേഡിയോ ആക്റ്റീവത, അണുവികിരണം പുറത്തേക്ക് വരുമായിരുന്നു. അങ്ങനെ ഒരു ട്രേസ് വ്യാപകമായി വന്നില്ലെങ്കിലും ചെറിയ തോതിൽ പോലും അണുവികിരണം പുറത്തേക്ക് വരാത്തതുകൊണ്ട് ഫർദോയും നദാൻസും ഇപ്പോഴും ആക്റ്റീവാണ്. ഇപ്പം ഈ ഫർദോ തകർക്കാനുള്ള കപ്പാസിറ്റി ആർക്കില്ല? ഇസ്രയേലിനില്ല എന്നാണ് ഡിഫൻസ് സൈറ്റുകൾ പറയുന്നത്. കാരണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണം. ഇസ്രയേലിൻ്റെ പക്കൽ അതില്ല. ആ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇത്രയും ദൂരം 2000 കിലോമീറ്റർ വരെ വഹിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള യുദ്ധവിമാനങ്ങളും ഇസ്രയേലിൻ്റെ പക്കലില്ല. അങ്ങനെ വേണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണ്ടിവരും. അപ്പം ഇതിനെ അമേരിക്കയുടെ അനുഗ്രഹാശിസുകളോടെ തന്നെയാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിനെ പറഞ്ഞു വിട്ടിട്ട് അവർക്ക് ഇസ്ഫഹാൻ മാത്രമേ തകർക്കാൻ പറ്റുള്ളൂ, ഫർദോ തകർക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ശ്രമം ഏതാണ്ട് പാഴായി. ഇനി വേണ്ടത് ഇത് തകർക്കാനുള്ള ഇത് നദാൻസും ഫർദോയും കൂടി തകർത്താലേ ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതിനെന്ത് ചെയ്യുമെന്നതിൻ്റെ ഉത്തരം ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് മര്യാദയ്ക്കൊരു ഒത്തുതീർപ്പിന് വാ, ഇറാൻ ഒത്തുതീർപ്പിന് വാ, വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 60 ദിവസം നിങ്ങൾക്ക് സമയം തന്നു, 61-ാം ദിവസമാണ് നെതന്യാഹു ആക്രമിച്ചത് എന്നൊക്കെ പറഞ്ഞത് ട്രംപാണ്. ഈ ഞായറാഴ്ച ഇന്നലെ ഒമാനിൽ നടക്കേണ്ട ചർച്ചയും അലസിപ്പിരിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അങ്ങ് ചെന്നുമില്ലാത്ത അവസ്ഥയിൽ ഇസ്രയേലിന് ആക്രമണം നിർത്താൻ പറ്റില്ല, അമേരിക്കയ്ക്ക് നിർത്താൻ പറ്റില്ല. അമേരിക്ക ഉറപ്പായും ഈ ആക്രമണത്തിൽ ഒന്നെങ്കിൽ അമേരിക്ക പങ്കെടുത്ത് അമേരിക്കൻ ബോംബറുകൾ വന്നിട്ട് വേണം ഈ ഫർദോയും നദാൻസും തകർക്കാൻ. അല്ലെങ്കിൽ അമേരിക്ക സൈനിക സഹായം, പുതിയ അതിന് പറ്റുന്ന ആധുനിക ബോംബുകൾ, ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്ത് തകർക്കാൻ പറ്റുന്ന ബോംബുകളും അതിന് പറ്റുന്ന ബോംബറുകളും എങ്കിലും ഇസ്രയേലിന് കൊടുക്കണം. ഇത് രണ്ടും സംഭവിക്കാതെ യുദ്ധം തീരില്ല. അപ്പോൾ ഇസ്ഫഹാനിൽ റോ ആയിട്ടുള്ള യുറേനിയം കൺവെർട്ട് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് തകർന്നുപോയി. ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവ കേന്ദ്രം പൂർണ്ണമായി തകർന്നു. ഫർദോയും നദാൻസും ഇപ്പോഴും ബാക്കിയാണെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുന്നത്. അപ്പോൾ യുദ്ധം ഇപ്പം തീരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇനി യുദ്ധം തുടരുമ്പോൾ ഖമനയുടെ ഭാവി എന്താണെന്ന് അപ്പോൾ തീരുമാനിക്കും. ആര് തീരുമാനിക്കും? ട്രംപ് അല്ല തീരുമാനിക്കുന്നത് നെതന്യാഹു ആണെന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.